അങ്ങനെ പാടി 5-8 പാട്ട് പാടി. അത് കഴിയുമ്പോഴത്തേക്കും ചോദിച്ചു, ജേട്ടന് ഈ ഹിന്ദു ഭക്തി ഗാനങ്ങൾ അപാരമായിട്ട് പാടും, നമുക്കറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അതിൻ്റെ ശൈലിയിൽ എങ്ങനെ പാടണം? നമ്മളത്തേക്കും പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിലെ കൊയറിലൊക്കെ പാടിയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റാത്ത ഒന്നുമില്ല. അതേപോലെ റംസാനിലെ ചന്ദ്രിക, ഒരു മുസ്ലിം സോങ് പാടാൻ ദേവരാം മാസ്റ്റർ വിളിച്ചത് ജയേട്ടനെയാണ്. എത്ര മനോഹരമായിട്ട് പാടിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തൊണ്ടേ കൂടി അദ്ദേഹം വരുത്തും. ജോൺസൺ മാഷ് ഒരു പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേണി, നമ്മൾ കമ്പോസ് ചെയ്തിട്ടൊരു പേപ്പറിൽ കുറിച്ച് വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാസറ്റിൽ പാടി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതേപോലുള്ള ഗായകർ വരണം. ആ രാഗവും അതിൻ്റെ പാട്ടിൻ്റെ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല നല്ല ഗായകർ, ലെജൻഡറി സിംഗേഴ്സ് നമുക്കുണ്ട്. അതേപോലെ അതിലുള്ള മ്യൂസീഷ്യൻസും ഉണ്ട്, ടെക്നീഷ്യൻസും ഉണ്ട്. ഇതെല്ലാവരുടെയും കൂടിയുള്ളൊരു കൂട്ടായ ഒരു പ്രയത്നമാണ് നമ്മൊരു പാട്ട് ഹിറ്റാകുന്നത്. പിന്നെ നല്ലൊരു സിനിമയിലും കൂടി വരണം അത് നല്ല. അപ്പോൾ അതെല്ലാ ഘടകങ്ങളും ഒത്താകുമ്പോഴാണ് ഒരു പാട്ട് ഹിറ്റാവുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ അന്ന് വളരെ കുട്ടിക്കാലത്ത് ചേക്കേറിയ മനസ്സിൽ കയറിയ ഒരു പാട്ട് സ്വാതിരുന്നാളും കാമിനിയുടെ രണ്ടുപേരും പാടണമെന്നൊരാഗ്രഹം. സ്വാതി തിരുനാളിൻ കാമിനി സപ്തസ്വരസുധാ വാഹിനി ത്യാഗരാജനും ദീക്ഷിതരും